അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഫീറാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ രാവിലെയൊക്കെ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്യാരറ്റ്, ബീൻസ്, അതേപോലെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് രാവിലത്തെ ചപ്പാത്തി നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇതിലോട്ട് ഇനി മുട്ട 6 ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ പാരാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് പാരാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവാള ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം. ഞാൻ ഇവിടെ ക്യാരറ്റും ബീൻസും ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. നല്ലോണം ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ചിക്കൻ മസാല, കുരുമുളക് പൊടി, പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നമുക്ക് മുട്ട ഒന്ന് ചിക്കി പരത്തിയെടുക്കാം. ഞാൻ ഇവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ട എടുക്കാം. അപ്പോൾ ചിക്കി പരത്തിയ മുട്ട നമുക്ക് നേരത്തെ വഴറ്റി വെച്ച ആ ഒരു വെജിറ്റബിൾസിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചപ്പാത്തി ചെറുതാക്കി മുറിച്ച് വെച്ച ചപ്പാത്തി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈവനിങ് ചായൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.